ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആധികാരികമായും ആഴത്തിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യൂദിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. 13-ാം അധ്യായത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹോളോഫർണസിൻ്റെ കിടപ്പറയാണ് പശ്ചാത്തലം. യൂദിത്തും ഹോളോഫർണസും മാത്രം ആ കിടക്കറയിൽ ശേഷിച്ചു. മറ്റെല്ലാവരും പുറത്തുപോയി. ജീവിതത്തിൽ അന്നുവരെ കുടിച്ചിട്ടില്ലാത്ത വിധം അത്രയധികം വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി ലക്കുകെട്ട് തൻ്റെ കിടക്കയിൽ കിടന്നുറങ്ങുകയാണ് ഹോളോഫർണസ്. യൂദിത്താകട്ടെ സമീപത്ത് നിന്ന് ദൈവമായ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ജെറുസലേമിൻ്റെ മഹത്വത്തിന് വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം താൻ ചെയ്യാൻ പോകുന്ന ഉദ്യമത്തിൻ്റെ വിജയത്തിന് വേണ്ടി, അതുവഴി തൻ്റെ ജനത്തിന് ലഭിക്കാനിരിക്കുന്ന ദൈവികമായ ഇടപെടലിൻ്റെ അനുഭവത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം എന്തോ നിശ്ചയിച്ച് ഉറപ്പിച്ചതുപോലെ ഹോളോഫർണസിൻ്റെ കിടക്കയുടെ സമീപത്തേക്ക് കൂടുതലടുത്തേക്ക് യൂദിത്ത് കടന്നു വരുന്നു. അതിനുശേഷം അവൾ ചെയ്യുന്ന നിർണായകമായ പ്രവൃത്തിയെക്കുറിച്ചാണ് ഇനി നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. 13-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. ഹോളോഫർണസ് കൊല ചെയ്യപ്പെടുന്നതും ശിരസ് വെട്ടിമാറ്റപ്പെടുന്നതുമായ രംഗം നമുക്കതൊന്ന് വായിക്കാം. ഈ സമയം സാധിക്കുമെങ്കിൽ എല്ലാവരും എന്നോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണം. 6 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ, യൂദിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൽ നിന്ന് 6 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. അവൾ ചെന്ന് കിടക്കയുടെ അറ്റത്തുള്ള തൂണിൽ ഹോളോഫർണസിൻ്റെ തലയ്ക്ക് മുകളിലായി തൂങ്ങിക്കിടന്ന വാൾ എടുത്തു. അവൾ കിടക്കയ്ക്ക് അടുത്തു വന്ന് അവൻ്റെ തലമുടിയിൽ പിടിച്ചു പ്രാർത്ഥിച്ചു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, ഇന്ന് എനിക്ക് ശക്തി തരണമേ. അവൾ തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് അവൻ്റെ കഴുത്തിൽ 2 പ്രാവശ്യം വെട്ടി ശിരസ് ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. ശരീരം കിടക്കയിൽ നിന്ന് ഉരുട്ടി താഴെയിട്ടു. മേൽക്കട്ടിയും തൂണുകളിൽ നിന്ന് വലിച്ചെടുത്തു. അല്പം കഴിഞ്ഞ് അവൾ പുറത്തു കടന്ന് ഹോളോഫർണസിൻ്റെ ശിരസ് ദാസിയെ ഏൽപ്പിച്ചു. അവൾ അത് ഭക്ഷണസഞ്ചിയിൽ നിക്ഷേപിച്ചു. ഉടൻ തന്നെ ഇരുവരും നിത്യവും പ്രാർത്ഥനയ്ക്ക് പോകും പോലെ പുറത്തേക്ക് പോയി. അവൾ പാളയത്തിലൂടെ കടന്ന് താഴ്വര ചുറ്റി മല കയറി ബത്തൂലിയായുടെ കവാടങ്ങളിൽ എത്തി. ഹോളോഫർണസിൻ്റെ തലയ്ക്ക് മുകളിലായി തൂങ്ങിക്കിടന്ന വാൾ. ഹോളോഫർണസിൻ്റെ തലയ്ക്ക് മുകളിലായി തൂങ്ങിക്കിടന്ന വാൾ സത്യത്തിൽ അയാളുടെ തന്നെ ക്രൂരതയും അഹന്തയും ആസക്തിയുമായിരുന്നു. ആസക്തിക്ക് അടിമപ്പെട്ട് വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി കിടന്ന ഹോളോഫർണസിന് സ്വന്തം വാൾ കൊണ്ട് തന്നെ മരണം സംഭവിച്ചു. ആസക്തിയിലും അഹന്തയിലും മുഴുകുന്ന ആളുകളുടെ തലയ്ക്കു മുകളിൽ
ഒരു വാൾ തൂങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹോളോഫെർണസ് എന്ന പുകൾപ്പെട്ട അസീറിയൻ സർവ്വസൈന്യാധിപനെ വധിക്കുന്ന യൂദിത്ത് എന്ന ഏകയായ വനിതാ പോരാളി, അവൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഇടയബാലനായിരുന്ന ദാവീദ് അതികായനായിരുന്ന ഗോലിയാത്തിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന സംഭവം. തൻ്റെ കവണയിൽ നിന്നും പുറപ്പെട്ട കല്ലിൻ്റെ ക്ഷതമേറ്റ് ഗോലിയാത്ത് യുദ്ധക്കളത്തിൽ വീഴുമ്പോൾ ദാവീദ് എന്ന ഇടയബാലൻ ഓടിച്ചെന്ന് ഗോലിയാത്തിൻ്റെ തന്നെ വാൾ ഉറയിൽ നിന്നും ഊരി അതെടുത്ത് അവൻ്റെ ശിരസ് ശരീരത്തിൽ നിന്നും വേർപെടുത്തിയതുപോലെ തന്നെയാണ് യൂദിത്തും ഇവിടെ പ്രവർത്തിക്കുന്നത്. ഹോളോഫെർണസിൻ്റെ കിടപ്പറയിൽ അവൻ്റെ തലയ്ക്ക് മുകളിലായി തൂങ്ങിക്കിടന്നിരുന്ന വാൾ ഉപയോഗിച്ച് തന്നെ അവനെ കൊലപ്പെടുത്തി അവൻ്റെ ശിരസ് വേർപെടുത്തുകയാണ് യൂദിത്ത്. ഹോളോഫെർണസിൻ്റെ ശിരസറ്റ ശരീരം കിടക്കയിൽ നിന്ന് ഉരുട്ടി താഴെയിട്ടു എന്ന് പറയുന്നു. ഇത് ഒറ്റനോട്ടത്തിൽ അവന് കിടക്കറയിൽ സംഭവിച്ചതെന്ത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാകാം. അവൻ കുടിച്ചുന്മത്തനായി കിടക്കയിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നതാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടാകാം ഇപ്രകാരം ശരീരം കിടക്കയിൽ നിന്ന് ഉരുട്ടി താഴെയിട്ടത്. ഏതായാലും ഹോളോഫെർണസ് എന്ന സൈന്യാധിപനെ കൊലപ്പെടുത്തിയതിന് ശേഷം അവൻ്റെ ശിരസ് വിച്ഛേദിച്ച് എടുത്തതിന് ശേഷം യൂദിത്ത് കൂടാരത്തിന് പുറത്തു കടന്നു. ഹോളോഫെർണസിൻ്റെ വെട്ടിയെടുത്ത ശിരസ് തൻ്റെ ദാസിയെ ഏൽപ്പിച്ചു. ദാസി അത് അവർ കൊണ്ടുവന്ന ഭക്ഷണസഞ്ചിയിൽ നിക്ഷേപിക്കുകയാണ്. 5 ദിവസത്തേക്കുള്ള ഭക്ഷണം കൂടെ കരുതിയിരുന്ന ഒരു വലിയ സഞ്ചി ദാസിയുടെ കൈവശം ഉണ്ടായിരുന്നു. ഭക്ഷ്യവസ്തുക്കളൊക്കെ ഏതാണ്ട് തീരുന്നു, കാരണം 4-ാം ദിനത്തിൻ്റെ രാത്രിയാണിത്. അതുകൊണ്ട് ശൂന്യമായ ആ സഞ്ചിയിലേക്ക്, ആ ഭക്ഷണസഞ്ചിയിലേക്ക് ഇപ്പോൾ ഹോളോഫെർണസിൻ്റെ ശിരസ് സൂക്ഷിക്കുകയാണ്. തുടർന്ന് യൂദിത്തും ദാസിയും പതിവ് പോലെ പ്രാർത്ഥനയ്ക്കെന്നവണ്ണം പുറത്തേക്ക് ഇറങ്ങുന്നു. പാളയത്തിലൂടെ കടന്ന് താഴ്വര ചുറ്റി മല കയറി അവർ ബത്തൂലിയായുടെ കവാടങ്ങളോട് അടുത്തെത്തിയിരിക്കുകയാണ്. ഹോളോഫെർണസിനെ തന്നെയാണ് താൻ വധിച്ചത് എന്ന തെളിവിന് വേണ്ടി യൂദിത്ത് അവൻ്റെ കിടക്കയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന മേൽക്കെട്ടി, നമ്മൾ നേരത്തെ കണ്ട കൊതുകുവല പോലെ ഉപയോഗിച്ചിരുന്ന രത്നങ്ങളൊക്കെ പതിച്ചിരുന്ന ആ മേൽക്കെട്ടിയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഹോളോഫെർണസ് എന്ന സർവ്വ സൈന്യാധിപൻ, പുകൾപ്പെട്ടവൻ, ശക്തൻ, തൻ്റെ ശക്തിയിൽ അഹംഭവിച്ചിരുന്നവൻ, ആ വ്യക്തിക്ക് സംഭവിക്കുന്ന ദാരുണമായ മരണത്തിൽ നിന്ന് ചില ആത്മീയ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഒന്നാമതായി, മനുഷ്യൻ ആസക്തികൾക്ക് വിധേയനാകുമ്പോൾ തിന്മ അവനെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. ആസക്തികൾക്ക് നമ്മൾ വിധേയരാകുമ്പോൾ തിന്മ നമ്മളെ വേട്ടയാടുന്നു, കീഴ്പ്പെടുത്തുന്നു, നാശത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ആസക്തികൾക്ക് വശംവദരാകാതെ നോക്കാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണമെന്ന് ഈ ഹോളോഫെർണസിൻ്റെ ദാരുണമായ അന്ത്യം നമ്മളെ ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തേത്, ഭോഗാസക്തിയും മദ്യാസക്തിയുമാണ് ഹോളോഫെർണസിൻ്റെ ദാരുണാന്ത്യത്തിന് കാരണങ്ങളായി തീർന്ന മറ്റു 2 കാരണങ്ങൾ.
യാതൊരു നിയന്ത്രണവുമില്ലാതെ അയാൾ ഭക്ഷിച്ചു. യാതൊരു നിയന്ത്രണവുമില്ലാതെ അയാൾ മദ്യം സേവിച്ചു. അതുകൊണ്ടാണ് താൻ കൊല്ലപ്പെടുന്ന സമയം തൻ്റെ കൈവിരലൊന്ന് അനക്കാൻ പോലും ഉള്ള ബോധം അയാൾക്ക് ഇല്ലാതെ പോയത്. ക്രിസ്തീയ ജീവിതം ഒരു ആത്മീയ സമരമാണ്. നന്മയിലേക്കും തിന്മയിലേക്കുമുള്ള പ്രേരണ മനുഷ്യരായ നമ്മിലെല്ലാവരിലുമുണ്ട്. നമ്മിലെ നന്മ വിജയിക്കട്ടെ, തിന്മ പരാജയമടയട്ടെ. തിന്മയിലേക്ക് ചായുകയും തിന്മയുടെ വഴിയെ നമ്മൾ ചരിക്കുകയും ചെയ്താൽ മരണം നമ്മളെ പിന്തുടരും എന്ന സത്യം നമുക്കിവിടെ തിരിച്ചറിയാം. അവസാനമായി എത്രമാത്രം ശക്തരും വലിയവരുമൊക്കെയാണെങ്കിലും അഹന്ത ഒരു വലിയ വീഴ്ചയ്ക്ക് കാരണമാകുമെന്ന് ഹോളോഫർണസിൻ്റെ ജീവിതം നമ്മളെ ഓർപ്പിക്കുകയാണ്. അഹന്ത ഹോളോഫർണസിൻ്റെ ജീവിതത്തെ തന്നെ തകർത്ത് കളഞ്ഞു എന്ന് ഈ കഥയിൽ നിന്ന് വ്യക്തമാവുന്നു. അടുത്തതായി ഈ അധ്യായത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗത്ത് യൂദിത്തും ദാസിയും ബത്തൂലിയായുടെ കവാടത്തിങ്കിലെത്തുമ്പോഴുള്ള സംഭവ വികാസങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. യൂദിത്ത് ദൂരെ വെച്ച് തന്നെ കവാടത്തിലെ കാവൽക്കാരോട് വിളിച്ചു പറഞ്ഞു, തുറക്കൂ, വാതിൽ തുറക്കൂ, ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇസ്രായേലിൽ തൻ്റെ പ്രാബല്യവും നമ്മുടെ ശത്രുക്കൾക്കെതിരെ തൻ്റെ ശക്തിയും ഇന്നത്തെ പോലെ പ്രത്യക്ഷമാകുന്നതിന് വേണ്ടി തന്നെ. അവളുടെ നഗരത്തിലെ ആളുകൾ അവളുടെ ശബ്ദം കേട്ടപ്പോൾ ഇറങ്ങി നഗരകവാടത്തിങ്കിലേക്ക് ഓടിച്ചെന്ന് ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. വലുപ്പച്ചെറുപ്പമെന്നിയെ അവരെല്ലാവരും ഒന്നിച്ചോടി. കാരണം അവൾ തിരിച്ചെത്തിയെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ വാതിൽ തുറന്ന് അവരെ അകത്ത് കടത്തി വെളിച്ചത്തിന് വേണ്ടി തീ കത്തിക്കുകയും അവരുടെ ചുറ്റും കൂടി നിൽക്കുകയും ചെയ്തു. തുറക്കൂ, വാതിൽ തുറക്കൂ, ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് യൂദിത്തും ദാസിയും കൂടി ബത്തൂലിയായുടെ കവാടത്തിങ്കിലേക്ക് എത്തിയത്. ദൈവം, നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന വിശ്വാസമാണ് യൂദിത്ത് ഉദ്ഘോഷിക്കുന്നത്. തൻ്റെ എല്ലാ വിജയത്തിൻ്റെയും മഹത്വം ദൈവമായ കർത്താവിനാണ് യൂദിത്ത് നൽകുന്നത്. ഈ സമയം 4-ാം ദിവസത്തിൻ്റെ രാത്രിയാണ് എന്നോർക്കണം. ബത്തൂലിയ നഗരത്തിലെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാന രാത്രിയാണ്. ഈ രാത്രി അവസാനിച്ച് പകൽ പുലരുമ്പോൾ 5-ാം ദിനം ബത്തൂലിയക്കാർ അസീറിയക്കാർക്ക് കീഴടങ്ങും. ഒരുപക്ഷേ അവരുടെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടേക്കാം. അവരുടെ ഭാര്യമാർ ലൈംഗിക അടിമകളായി തീർന്നേക്കാം. അവരുടെ പുരുഷന്മാരും യുവാക്കളും നിഷ്കരണം വാളിന് ഇരയായേക്കാം. വലിയ ദുഃഖം കനം പിടിച്ചു നിന്ന രാത്രി, 4-ാം ദിനത്തിൻ്റെ രാത്രി. ആ രാത്രിയിലാണ് യൂദിത്ത് എന്ന സ്ത്രീയുടെ ശബ്ദം ബത്തൂലിയായുടെ കവാടത്തിങ്കിലെത്തുന്നത്. തുറക്കൂ, വാതിൽ തുറക്കൂ, ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന യൂദിത്തിൻ്റെ വാക്കുകൾ അത്ഭുതം കൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം യൂദിത്തിൻ്റെ തിരിച്ചുവരവ് ബത്തൂലിയ നിവാസികൾക്ക് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അവരൊരിക്കലും കരുതിയില്ല യൂദിത്ത് ജീവനോടെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വരുമെന്ന്. അതുകൊണ്ട് അവളെ എതിരേക്കാൻ
പ്രായവ്യത്യാസമോ സ്ഥാനവ്യത്യാസമോ പദവികളുടെ വ്യത്യാസമോ ഒന്നും നോക്കാതെ സകലരും ഓടിയെത്തുന്നു. അവളുടെ നഗരത്തിലെ ആളുകൾ ഓടിച്ചെന്ന് ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടുന്നു. കാരണം ആ രാത്രി കൊണ്ടെല്ലാം തീർന്നു എന്ന് കരുതിയ അവരുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സ്വരം കൂടിയായിരുന്നു യൂദിത്തിൻ്റെ വാക്കുകൾ. അതുകൊണ്ട് നഗരം മുഴുവൻ കടന്നു വരികയാണ് യൂദിത്തിനെ എതിരേൽക്കാനായിട്ട്. അങ്ങനെ അവർ കടന്നു വന്നു. നഗരത്തിൻ്റെ കവാടത്തിങ്കൽ തന്നെ വാതിൽ തുറന്നു കൊടുത്ത് യൂദിത്തും ദാസിയും അകത്ത് കയറി. തങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതീക്ഷകളുമറ്റ ജനം ആ സമയത്ത് ഇരുട്ടിൽ കഴിയുകയായിരുന്നു. അതുകൊണ്ട് യൂദിത്തും ദാസിയും നഗര കവാടത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ അവർ തീ കൊളുത്തി വെളിച്ചമുണ്ടാക്കി യൂദിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എന്തത്ഭുതമാണ് ദൈവം പ്രവർത്തിച്ചത് എന്നറിയാൻ, എങ്ങനെയാണ് യൂദിത്ത് ജീവനോടെ തിരികെ ബത്തൂലിയായിൽ എത്തിച്ചേർന്നത് എന്ന കഥ കേൾക്കാൻ ആബാലവൃദ്ധം ജനം യൂദിത്തിൻ്റെ ചുറ്റും കൂടി നിൽക്കുകയാണ്. അവരുടെ മുമ്പിൽ വെച്ച് യൂദിത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവളുടെ സ്തുതിവാക്കുകൾ കേട്ടപ്പോൾ ജനവും അവളുടെ കൂടെ കൂടി ദൈവമായ കർത്താവിനെ സ്തുതിക്കുന്ന മനോഹരമായ രംഗമാണ് ഇനി നമ്മൾ വായിക്കുന്നത്. യൂദിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ പുകഴ്ത്തുവിൻ. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് തൻ്റെ കാരുണ്യം പിൻവലിക്കാത്തവനും ഈ രാത്രി എൻ്റെ കരത്താൽ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചവനുമായ ദൈവത്തെ സ്തുതിക്കുവിൻ. അനന്തരം അവൾ സഞ്ചിയിൽ നിന്ന് ആ തലയെടുത്ത് അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, അസീറിയൻ സൈന്യാധിപനായ ഹോളോഫർണസിൻ്റെ ശിരസ്സും മേൽക്കട്ടിയും. ഇതിൻ്റെ കീഴിലാണ് കുടിച്ച് മത്തുപിടിച്ചവൻ ശയിച്ചത്. ഒരു സ്ത്രീയുടെ കയ്യാൽ കർത്താവ് അവനെ വീഴ്ത്തി. ഞാൻ പോയ വഴിയിൽ എന്നെ സംരക്ഷിച്ച കർത്താവാണ്. എൻ്റെ മുഖമാണ് അവനെ നാശത്തിൻ്റെ കെണിയിൽ കുടുക്കിയതും പാപകരമായ പ്രവൃത്തിയാൽ എന്നെ മലിനയാക്കുകയോ അപമാനിക്കുകയോ ചെയ്യാൻ ഇടവരുത്താതിരുന്നതും. ജനം അത്ഭുത പരതന്ത്രരായി ദൈവത്തെ കുമ്പിട്ടാരാധിച്ച് ഏകസ്വരത്തിൽ ഉദ്ഘോഷിച്ചു, ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ ജനത്തിൻ്റെ ശത്രുക്കളെ ഇന്ന് അവിടുന്ന് നിന്ദ്യരാക്കി. ദൈവത്തിലുള്ള പ്രത്യാശ കൊണ്ട് മാത്രം നിർവഹിക്കാൻ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് യൂദിത്ത് തൻ്റെ ചുറ്റും കൂടിയ ജനങ്ങളോട് വിവരിക്കുകയാണ്. ദൈവമായ കർത്താവിലുള്ള പ്രത്യാശ അവൾ നിരവധി തവണ ഏറ്റുപറയുന്നു. ദൈവം ഇസ്രായേൽ ജനത്തെ കൈവിട്ടില്ല എന്ന സന്തോഷ വാർത്തയാണ് അവൾ ജനത്തോട് പങ്കുവച്ചത്. അവൾ ഉച്ചത്തിൽ പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ പുകഴ്ത്തുവിൻ. ഇസ്രായേലിൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ കാരുണ്യം പിൻവലിക്കാത്തവനും ഈ രാത്രി എൻ്റെ കരത്താൽ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചവനുമായ ദൈവത്തെ സ്തുതിക്കുവിൻ എന്ന് അവൾ പറഞ്ഞു. ഹോളോഫർണസിനെ താൻ വധിച്ചതിന് 2 തെളിവുകളാണ് ഈ ജനത്തിന് മുൻപിൽ യൂദിത്ത് ഹാജരാക്കുന്നത്. ഒന്നാമത്തെ തെളിവ് ഹോളോഫർണസിൻ്റെ തന്നെ വെട്ടിമാറ്റപ്പെട്ട ശിരസാണ്, തലയാണ്. രണ്ടാമത്തേത് ഹോളോഫർണസ് വിശ്രമിച്ചിരുന്ന അവൻ്റെ സ്വകാര്യ കിടപ്പറയിലെ കട്ടിലിൻ്റെ മുകളിൽ തൂക്കിയിട്ടിരുന്ന മേൽക്കട്ടിയാണ്. ഈ 2 തെളിവുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അസീറിയൻ സൈന്യാധിപനെ താൻ വധിച്ചു എന്ന കാര്യം ജനത്തോട് പറയും. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനിടയിലും പാപത്തിൽ വീഴാതെ കർത്താവ് തന്നെ സംരക്ഷിച്ചു എന്നും യൂദിത്ത് ജനങ്ങളോട് പറയുകയാണ്.
മലിനയാകാതെ കർത്താവ് തന്നെ സംരക്ഷിച്ചു എന്ന് യൂദത്ത് ജനങ്ങളോട് പറഞ്ഞു. യൂദത്തിൻ്റെ ഒരു വാക്യം വളരെ ശ്രദ്ധിക്കുക. യൂദത്ത് ജനത്തോട് പറഞ്ഞു, ഒരു സ്ത്രീയുടെ കയ്യാൽ കർത്താവ് അവനെ വീഴ്ത്തി. അസീര്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അപമാനമാണ്. അനേകായിരങ്ങളെ കൊന്നു തള്ളിയ അവരുടെ സർവ്വസൈന്യാധിപനെ ഇതാ കേവലം ഒരു സ്ത്രീ വധിച്ചിരിക്കുന്നു. യൂദത്ത് പറയുന്നു, ഒരു സ്ത്രീയുടെ കയ്യാൽ കർത്താവ് അവനെ വീഴ്ത്തി. കർത്താവാണിത് ചെയ്തത്. യൂദത്ത് കർത്താവിൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമായി മാറുകയായിരുന്നു. ജനം ഇതെല്ലാം കേട്ട് അത്ഭുത പരതന്ത്രരായി. ഇസ്രായേലിൻ്റെ രക്ഷകനായ ദൈവത്തെ അവർ കുമ്പിട്ട് ആരാധിക്കുന്നു. ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ എന്ന് ജനം ഒരുമിച്ച് ഉദ്ഘോഷിക്കുകയാണ് ഈ സമയം. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന ജനത്തിൻ്റെ ശബ്ദം കൊണ്ട് ബത്തൂലിയായുടെ നഗര കവാടങ്ങൾ മുഖരിതമായപ്പോൾ ഇതാ ബത്തൂലിയായുടെ നഗരാധിപൻ ഉസിയ അവിടേക്ക് കടന്നു വരുന്നു. ഉസിയ കടന്നു വന്നിട്ട് യൂദത്തിനെ അനുഗ്രഹിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ് ഇനി നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. 13-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. ഉസിയ അവളോട് പറഞ്ഞു, മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും ശത്രുനേതാവിൻ്റെ തല തകർക്കാൻ നിന്നെ നയിച്ചവനുമായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ജനം ദൈവത്തിൻ്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോവുകയില്ല. ഇത് നിനക്കൊരു ശാശ്വത ബഹുമതിയാകാൻ ദൈവം കനിയട്ടെ. അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിന്നെ നിറയ്ക്കട്ടെ. എന്തെന്നാൽ നമ്മുടെ ദേശം അപമാനിതമായപ്പോൾ നീ സ്വജീവൻ അവഗണിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നേർവഴിയിലൂടെ ചരിച്ച് ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് നാശത്തിൽ നിന്ന് അതിനെ രക്ഷിച്ചു. അങ്ങനെ തന്നെ ജനം ഉദ്ഘോഷിച്ചു. നഗരാധിപനായ ഉസിയ യൂദത്തിനെ അഭിസംബോധന ചെയ്യുന്നത് മകളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അയാൾ പറയുന്നു, മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. സ്വന്തം മകൾ എന്ന നിലയിലല്ല, നാടിൻ്റെ തന്നെ രക്ഷകയായ നാടിൻ്റെ മകൾ എന്ന നിലയിലാണ് ഇപ്രകാരം ആ നഗരത്തിൻ്റെ അധിപൻ യൂദത്തിനെ അഭിസംബോധന ചെയ്യുന്നത്. ഇനി മുതൽ നീ നാടിൻ്റെ മകളാണ്. നിന്നിലൂടെയാണ് ഈ നാട് നിലകൊള്ളുന്നത്. ഈ നാട് നശിക്കാതിരിക്കാനുള്ള കാരണം നീയാണ്. ഉസിയ യൂദത്തിനെ അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ അവളെ അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. മെൽക്കിസദേക്ക് എന്ന നിത്യനായ ദൈവത്തിൻ്റെ പ്രവാചകനും പുരോഹിതനും രാജാവുമായിരുന്ന വ്യക്തി അബ്രാഹാം എന്ന പൂർവ്വപിതാവിനെ അനുഗ്രഹിച്ചതിൻ്റെ മാതൃകയിലാണ് ഉസിയ യൂദത്തിനെ അനുഗ്രഹിക്കുന്നത്. ജനം ദൈവത്തിൻ്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന ഉസിയായുടെ വാക്കുകൾ ഈ ജനത്തിൻ്റെ ഓർമ്മയിൽ യൂദത്തിന് മരണമുണ്ടാവുകയില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഇസ്രായേൽ ജനം ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം യൂദത്ത് സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്ത ഈ വലിയ പ്രവൃത്തി അത് ഓർമ്മിക്കപ്പെടും.
ഇസ്രായേലിൻ്റെ സകല തലമുറകളിലും യൂദിത്ത് ഓർമ്മിക്കപ്പെടുമെന്നും യൂദിത്തിൻ്റെ ഓർമ്മകൾക്ക് മരണമുണ്ടാവുകയില്ല എന്നും ഈ നഗരാധിപൻ ഉറപ്പു പറയുകയാണ്. പുരാതന ഹെബ്രായ ചിന്തയനുസരിച്ച് ഓർമ്മ ഹൃദയത്തിൽ നിന്നുമാണ് വരുന്നത് എന്ന് കരുതിയിരുന്നു. അതുകൊണ്ടാണ് നിന്റെ ഈ ഓർമ്മ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന് പറയുന്നു. യൂദിത്തിൻ്റെ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ധീരമായ പ്രവൃത്തി എക്കാലവും ഇസ്രായേൽ ജനം ഓർമ്മിക്കും. ഉസിയ ഒരേ സമയം ദൈവമായ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും യൂദിത്തിനെ അനുമോദിച്ചുകൊണ്ടും പറഞ്ഞ വാക്കുകളെ ജനം ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിക്കുന്നു. അങ്ങനെ വലിയ ആശ്വാസത്തിൻ്റെ രാത്രിയായി 4-ാം ദിനത്തിൻ്റെ രാത്രി മാറുന്നു. ഇനി 5-ാം ദിനത്തിൻ്റെ പകലാണ്. ആ പകലിലെ സംഭവവികാസങ്ങളിലേക്ക് നമുക്ക് ഈ അധ്യായത്തിലൂടെ വരുന്ന 14-ാം അധ്യായത്തിലൂടെ കടന്നു പോകാം. 14-ാം അധ്യായം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിച്ച് വിശദീകരിക്കാം.